കോൺഗ്രസിന്റെ അഞ്ചാമത് മുഖ്യമന്ത്രിയാവുകയാണ് വി.ഡി. സതീശൻ. അദ്ദേഹം ഇപ്പോൾ മുതിർന്ന നേതാക്കളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എ കെ ആന്റണിയെ സന്ദർശനം അദ്ദേഹത്തിന്റെ വസതിയിലെത്തിയാണ് സന്ദർശനം നടത്തിയ. ഒപ്പം തന്നെ വി എം സുധീരനെ അല്പസമയത്തിനകം തന്നെ അദ്ദേഹം കാണാനായി പോകുന്നുണ്ട്. അതിനിടെ ചില അതൃപ്തികളുടെ ശബ്ദങ്ങൾ കൂടി ഉയർന്നു കേൾക്കുന്നുണ്ട്. KC ക്യാമ്പിൽ നിന്ന് പ്രതികരണങ്ങൾ അല്പസമയം മുൻപ് ഇനിയിപ്പോൾ അത്തരത്തിൽ അസ്വാരസ്യങ്ങൾ പുറത്തുവരും. ഇപ്പോൾ തന്നെ ഈ പറഞ്ഞതുപോലെ പുകഞ്ഞു തുടങ്ങുന്നുണ്ട് KC ഗ്രൂപ്പിലും RC ഗ്രൂപ്പുകളും. അതേസമയം തന്നെ ഒരു പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ വരുന്നു. 24 ബിഗ് ബ്രേക്ക്. നിയമസഭാ കക്ഷി നേതാവായി വി.ഡി. സതീശനെ പിന്തുണച്ച് കത്ത് നൽകാൻ രമേശ് ചെന്നിത്തല. നിയമസഭാ കക്ഷി യോഗത്തിൽ പങ്കെടുക്കില്ലെങ്കിലും പിന്തുണ അറിയിച്ചുള്ള കത്ത് നൽകും. ആർ ശ്രീജിത്ത് വിവരങ്ങളുമായി. ശ്രീജിത്ത്, നമ്മൾ നേരത്തെ പറയുകയായിരുന്നു, വളരെ പാകതയുള്ള മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തല, അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു തീരുമാനം ഉണ്ടാവുക എന്നുള്ളതിൽ അസാധാരണത്വം ഒന്നും തന്നെ ഇല്ല. അതിൽ ആരുടെയും സമ്മർദ്ദത്തിന്റെ ഫലമായുള്ള തീരുമാനമല്ല അത് എന്നുകൂടി നമ്മൾ കരുതണമെന്ന് തോന്നുന്നു. അനുജ, കോൺഗ്രസിലെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും സീനിയറായ നേതാവാണ് രമേശ് ചെന്നിത്തല. അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ട നേതാവായിരുന്നു. KC വേണുഗോപാൽ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ MLA-മാരുടെ പിന്തുണ നിയമസഭാ കക്ഷിയിൽ അദ്ദേഹത്തിനായിരുന്നു. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും കേരളത്തിൽ ഇപ്പോൾ മത്സരിച്ച് ജയിച്ചു വന്ന MLA എന്ന നിലയിൽ താൻ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെടും, ഹൈക്കമാൻഡ് തീരുമാനം തനിക്ക് അനുകൂലമായി വരും എന്ന് രമേശ് ചെന്നിത്തല പ്രതീക്ഷിച്ചിരുന്നു. കഴിഞ്ഞ തവണ അദ്ദേഹത്തെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് മാറ്റിയപ്പോഴും അദ്ദേഹം യാതൊരുവിധ കലഹങ്ങളോ അല്ലെങ്കിൽ എതിരഭിപ്രായങ്ങളോ പ്രതികരണങ്ങളോ നടത്തിയിരുന്നില്ല. എന്നാൽ ഇത്തവണ തന്റെ പ്രായവും മറ്റും നോക്കുമ്പോൾ ഏറ്റവും സീനിയറായ നേതാവ് എന്ന നിലയിൽ തന്നെ അവഗണിക്കില്ല, തന്നെ പരിഗണിക്കുമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നു. അതിന് വിപരീതമായ തീരുമാനം വന്നതോടെയാണ് രമേശ് ചെന്നിത്തല നിയമസഭാ കക്ഷി യോഗത്തിൽ പങ്കെടുക്കാതെ തലസ്ഥാനം വിട്ടത്. അദ്ദേഹം ഗുരുവായൂരിലേക്കുള്ള യാത്രയിലാണ് എന്നാണ് പറയുന്നത്. എന്നാൽ അദ്ദേഹം തലസ്ഥാനത്ത് തന്നെ മാറി നിൽക്കുകയാണെന്ന് പറയുന്നവരുമുണ്ട്. എങ്കിൽ പോലും അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങൾ നൽകുന്ന വിവരം രമേശ് ചെന്നിത്തല തലസ്ഥാനം വിട്ട് ഗുരുവായൂരിലേക്ക് പോയി. നാളെ മലയാള മാസം 1-ാം തീയതി ആയതുകൊണ്ട് ഇടവമാസം 1-ന് അദ്ദേഹം ഗുരുവായൂർ ദർശനം നടത്താൻ പോവുകയാണ്. എന്നാൽ നിയമസഭാ കക്ഷി യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് മറ്റ് വ്യാഖ്യാനങ്ങൾക്കും വിവാദങ്ങൾക്കും ഇടയാക്കുമെന്നതിനാൽ അദ്ദേഹം നിയമസഭാ കക്ഷി നേതാവായി സതീശനെ പിന്തുണയ്ക്കാനുള്ള തീരുമാനത്തെ അനുകൂലിച്ചുകൊണ്ട് കത്ത് നൽകുമെന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന അദ്ദേഹം സ്വമേധയാ കൈക്കൊള്ളുന്ന ഒരു തീരുമാനമല്ലേ? നേരത്തെ മുതിർന്ന നേതാക്കൾ അദ്ദേഹവുമായി ഫോണിൽ ബന്ധപ്പെടാനൊക്കെ ശ്രമിച്ചിരുന്നു. പക്ഷേ ആർക്കും അദ്ദേഹം മുഖം നൽകുന്നില്ല, ആരോടും സംസാരിക്കാൻ തയ്യാറാകുന്നുമില്ല. ഈ തീരുമാനം അദ്ദേഹം സ്വമേധയാ കൈക്കൊള്ളുന്നതല്ലേ? അനുജ, രമേശ് ചെന്നിത്തലയെ പോലുള്ള ഒരു നേതാവ് സ്വമേധയാ അല്ലാതെ പിന്നെ എങ്ങനെയാണ് ആ തീരുമാനം കൈക്കൊള്ളുക? അദ്ദേഹത്തിന്റെ മറ്റ് പ്രേരണകളുടെയോ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളോ ഒന്നും ഇക്കാര്യത്തിലില്ല. അദ്ദേഹത്തോളം കോൺഗ്രസുമായി ബന്ധപ്പെട്ട കേരളത്തിലെ തീരുമാനങ്ങൾ ഉള്ള ആളുകൾ അത് വേറെയില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം അദ്ദേഹത്തിന്റെ പരിചയസമ്പത്തും അനുഭവ സമ്പത്തിൽ നിന്നും ഇത്തരം പ്രതിസന്ധി ഘട്ടങ്ങളിൽ എങ്ങനെ പ്രതികരിക്കണം, എങ്ങനെ നിലപാടെടുക്കണം എന്നൊക്കെ അദ്ദേഹത്തിന് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് സ്വമേധയാ അല്ലാതെ പരപ്രേരണയിലൊരു തീരുമാനമെടുക്കേണ്ട കാര്യമൊന്നും രമേശ് ചെന്നിത്തലയെ പോലെ നേതാവിനില്ല. 8 വർഷക്കാലം KPCC അധ്യക്ഷനായിരുന്നു. DICK രൂപീകരിച്ച് K കരുണാകരൻ പുറത്തുപോയപ്പോൾ പാർട്ടിയെ പിടിച്ചു നിർത്തുകയും നയിക്കുകയും ചെയ്ത ആളാണ് ചെന്നിത്തല. അപ്പോൾ അങ്ങനെയുള്ള അനുഭവ പാരമ്പര്യമൊക്കെ ഉള്ള ഒരാൾക്ക് മറ്റൊരു പ്രേരണയിൽ നടപടിയെടുക്കേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന് വലിയ മാനസിക വിഷമം ഉണ്ടാക്കിയ ഒരു തീരുമാനമാണ് വന്നത്. അതിനുള്ള സ്വാഭാവിക പ്രതികരണം നിലയ്ക്ക് വേണം ഇതിനെ കാണാൻ. ശരി അനുജ, ഈ ഇടെ ഒരു സ്കൂളിൽ ഒരു മോട്ടിവേഷൻ ക്ലാസ് കണക്കെ ഇദ്ദേഹം പോയിരുന്നു രമേശ് ചെന്നിത്തല. അപ്പോൾ എന്താണ് അങ്ങനെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന ചോദ്യത്തിന് മുഖ്യമന്ത്രിയാകണമെന്ന് തെളിച്ച് പറഞ്ഞു. ഇപ്പോൾ RC KC VD ഫൈറ്റ് ഉണ്ടായ സമയത്ത് അങ്ങനെ മുഖ്യമന്ത്രി ആഗ്രഹം തെളിച്ച് പറഞ്ഞ ഒരു നേതാവ് ഈ പറഞ്ഞ രമേശ് ചെന്നിത്തല മാത്രമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇപ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസിക വിഷമം നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതാണ്. പക്ഷേ അത് എങ്ങനെയൊക്കെ അനുനയിപ്പിക്കാനാകും? പൊതുവെ എന്ത് പ്രശ്നമുണ്ടെങ്കിലും വളരെ വേഗത്തിൽ ഹൈക്കമാൻഡ് മെരുക്കാൻ കഴിയുമെന്ന് അവർ പ്രതീക്ഷിച്ച നേതാവിൽ നിന്ന് തന്നെയാണ് ആദ്യത്തെ കല്ലിടി ഉണ്ടാകുന്നത്. എന്തായാലും നയതന്ത്ര ചർച്ച എന്ന കണക്കിന് മുതിർന്ന നേതാക്കൾ വിളിക്കുമെന്നൊക്കെ കണ്ടറിയേണ്ടി വരും. പക്ഷെ തൽക്കാലം ആർക്കും മുഖം കൊടുക്കാനോ ഫോണിൽ വിളി കൊടുക്കാനോ അദ്ദേഹം തയ്യാറാകുന്നില്ല. അനുജ, അദ്ദേഹം താൻ ഇത്രയും അച്ചടക്കത്തോടെ നിന്ന ഒരു പാർട്ടി പ്രവർത്തകനാണ്. ഒപ്പം തന്നെ തന്റെ സീനിയോറിറ്റി, ഇത് രണ്ടും പരിഗണിക്കപ്പെട്ടില്ല എന്ന വലിയ പരിഭവം അത് ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. തന്റെ ലാസ്റ്റ് ബസ്സാണ് ഈ തെരഞ്ഞെടുപ്പ് അടക്കം എന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്രത്തെ പ്രതീക്ഷയുണ്ടായിരുന്നു ഈ ലാപ്പിൽ മുഖ്യമന്ത്രി ആകാനാകുമെന്ന് ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഒരു തീരുമാനത്തിൽ അതിലൊക്കെ അദ്ദേഹത്തിന് വലിയ അസംതൃപ്തി ഉണ്ടാകുന്നു. ഈ അസംതൃപ്തി നേരിട്ട് തന്നെ പ്രകടിപ്പിക്കുന്നു. KC പക്ഷത്താണെങ്കിൽ ഗ്രൂപ്പ് മാനേജർമെന്റ് നമ്മൾ വിളിക്കുന്ന ആളുകളാണ് പരിഭവവും അതൃപ്തിയുമായി മുന്നോട്ട് വരുന്നത്. RCയുടെ കാര്യത്തിൽ, രമേശ് ചെന്നിത്തലയുടെ കാര്യത്തിൽ അദ്ദേഹം തന്നെ പ്രകടമായി അത് പുറത്ത് കാണിക്കുകയാണ്. ആ അതൃപ്തി പുറത്ത് കാണിക്കുമ്പോൾ പോലും അദ്ദേഹം വളരെ പക്വതയോടെ ഒരു തീരുമാനം കൈക്കൊണ്ടിട്ടുണ്ട്. അതാണ് RC ഇപ്പോൾ ബ്രേക്ക് ചെയ്യുന്നത്. നിയമസഭാ കക്ഷി യോഗത്തിൽ പങ്കെടുത്തില്ലെങ്കിലും അദ്ദേഹം വി.ഡി. സതീശന് വേണ്ടി പിന്തുണ കത്ത് നൽകും. അതൊരു അനിവാര്യത കൂടിയാണ്. അദ്ദേഹം ആ കക്ഷിയുടെ ആളാണ്, കോൺഗ്രസ് MLA കൂടി, മുതിർന്ന നേതാവ്
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.